പല ഹോസ്പിറ്റൽസിലും ഈ ടെസ്റ്റുകളെ പറ്റി പറയാറ് പോലും ഇല്ല. ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഡബിൾ മാർക്കർ ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് ഒരു പ്രഗ്നൻസി പീരീഡിൽ അമ്മമാർക്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പലർക്കും ഈ ടെസ്റ്റ് എന്താണോ എന്നോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നോ വലിയ ധാരണകളൊന്നുമില്ല. പല ഹോസ്പിറ്റൽസിലും ഈ ടെസ്റ്റുകളെ പറ്റി പറയാറ് പോലും ഇല്ല. എന്നാൽ പല ഹോസ്പിറ്റൽസിലും ഈ ടെസ്റ്റുകൾ അവരുടെ പ്രഗ്നൻസി പീരീഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതുമായിട്ടും ഉണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം 2000 to 5000 ആ ഒരു റേഞ്ചിൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ ചെയ്യുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ അബോർഷൻ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ 3rd പ്രഗ്നൻസിയിലും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞ ഒരാളാണ്. ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ഒരു 9 weeks to 13 weeksനുള്ളിൽ ചെയ്യുന്ന ഒരു പ്രീനാറ്റൽ സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഫീറ്റസിന് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ജീവന് ക്രോമസോമൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ കുഞ്ഞിന് ക്രോമസോമൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, അതല്ലെങ്കിൽ അതിൻ്റെ ഫർദർ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് അമ്മയുടെ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെ ബ്ലഡ് വഴിയാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ എന്ത് കണ്ടന്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് pre-beta-hCG എന്ന് പറയുന്ന ഹോർമോൺ, അത് നമ്മളുടെ പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഹോർമോണാണ്. അഥവാ PAPPA. ഇതെന്ന് പറയുന്നത് പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ A. ഇതാണ് നമ്മുടെ പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ലെവൽ അനുസരിച്ചാണ് ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-7 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത്. ഒരു 5000 രൂപ വരെ നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഈ റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് എന്ന രീതിയിലാണ്. ലോ റിസ്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഗ്നൻസി ഒരു ടെൻഷനും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള റിസൾട്ടാണ് നമുക്ക് ലോ റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ വളരുന്ന ജീവന് ഫീറ്റസിന് ക്രോമസോമൽ ഡിസബിലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏതൊക്കെ അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് ഈ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഇതിലൊരു പ്രധാന ഘടകമാണ്. അമ്മയുടെ വയസ്സ് 30-ന് മേലെ ആണ് ഗർഭിണിയായ സ്ത്രീയുടെ വയസ്സ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഈ ടെസ്റ്റിനെ പറ്റി പറയാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ NT സ്കാൻ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ബേസിസിൽ
ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻസിലൂടെ ഡോക്ടേഴ്സിന് ഒരു പക്ഷേ ഈ ഒരു ടെസ്റ്റിനെ പറ്റി നമ്മളുടെ അടുത്ത് പറയാനുള്ള ഒരു സാധ്യതയും കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റിലൂടെ നമ്മളുടെ കുഞ്ഞിൻ്റെ ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. നമ്മുടെ ക്രോമസോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹ്യൂമൻ ബോഡിയിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഒരു 23 പെയർ ആണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് ഉണ്ടാവാനുള്ള ക്രോമസോമൽ ഡിസബിലിറ്റീസിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ട്രൈസോമി 21 അതല്ലെങ്കിൽ ട്രൈസോമി 18. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ ഡബിൾ മാർക്കർ ടെസ്റ്റിലൂടെ തിരിച്ചറിയുന്നത്. ഈ ടെസ്റ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ, ഇതിനെക്കുറിച്ച് ധാരണകളില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഈ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചെയ്ത് നമ്മുടെ കുഞ്ഞിൻ്റെ, നമ്മുടെ ഫീറ്റസിൻ്റെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ടെസ്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ ഇൻഫോർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.